ഇന്ന് 3 ചേരുവകൾ കൊണ്ടുണ്ടാക്കുന്ന ഒരു കാരമൽ പുഡിംഗ് കാണാം. സോസ് പാനിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് ഉരുക്കി കാരമലാക്കുക. ഈ സ്റ്റേജിലെത്തുമ്പോൾ 1.5 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത ശേഷം പുഡിംഗ് സെറ്റ് ചെയ്യാനുള്ള ബൗളിലേക്ക് ഒഴിക്കുക. ഇനി ഒരു കസ്റ്റാർഡ് തയ്യാറാക്കാനായി 2 കപ്പ് പാലിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് നന്നായി ചൂടാക്കുക. തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരു ബൗളിൽ 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അല്പം വാനില എസൻസും 1 നുള്ളു ഉപ്പും ചേർത്ത് ഇളക്കിയിട്ട് ചൂടാക്കി വെച്ചിരുന്ന പാൽ കുറേശ്ശെയായിട്ട് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇതൊന്ന് അരിച്ചെടുത്ത ശേഷം ആദ്യം കാരമൽ ഒഴിച്ച് വെച്ചിരിക്കുന്ന ബൗളിലേക്ക് പകർത്തുക. ഇത് ഒന്നുകിൽ ബേക്ക് ചെയ്യാം, അല്ലെങ്കിൽ ആവിയിൽ വേവിക്കാം. ബേക്ക് ചെയ്യാനായിട്ട് ഒരു ട്രേയിലേക്ക് അറേഞ്ച് ചെയ്തിട്ട് ട്രേയിൽ അല്പം ചൂടുവെള്ളം ഒഴിച്ചിട്ട് 180 ഡിഗ്രി സെൽഷ്യസിൽ 40 തൊട്ട് 45 മിനിറ്റ് വരെ ബേക്ക് ചെയ്യുക. സ്റ്റീം ചെയ്യുവാണെങ്കിൽ മിതമായ ചൂടിൽ 8 മിനിറ്റ് വേവിച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് 5 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ പുറത്തേക്ക് എടുക്കാം. പുറത്തെടുത്ത് ചൂടാറി കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാരമൽ പുഡിംഗ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു.